ഇതാണ് മാങ്ങാമ്പറമ്പ്, കൊടുങ്ങല്ലൂർ എടവലങ്ങ് നടവരമ്പത്ത് പ്രേതാലയം എന്നറിയപ്പെടുന്ന മാങ്ങാമ്പറമ്പ്. ഈ പറമ്പാണ് ശരിക്കും മാങ്ങാമ്പറമ്പ്. ഏകദേശം 100 കൊല്ലത്തോളം പഴക്കമുണ്ടെന്നാണ് ഇവിടങ്ങളിൽ അന്വേഷിച്ചപ്പോൾ ഈ വീടിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. ഇവിടെയാണ് രണ്ടുപേര് കെട്ടിത്തൂങ്ങി മേടിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നൊരു ഇതുണ്ടായിരുന്നത്, ഓടിൻ്റെ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു, അതെല്ലാം ഇടിഞ്ഞു വീണാണ്. ഇവിടെ 2 പേര് കെട്ടി തൂങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ താമസമുള്ള, ഇവിടെ ഈ ഏരിയത്തെ താമസമുള്ളപ്പോഴാണ് ഇവിടെ മരിച്ചിട്ടുള്ളത്. ഇവിടെ കെട്ടി തൂങ്ങി മരിച്ചടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. വാ, പണ്ട് ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറാൻ നല്ല വഴിയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം നമ്പൂതിരിമാരുടെ മനയായിരുന്ന ഈ വീട് പതിയാശ്ശേരി എന്ന വലിയ തറവാട്ടുകാരായ ഒരു മുസ്ലിം ഫാമിലിയാണ് എടുത്തത്. ഇതെല്ലാം ഇവിടെ ചോദിച്ച് പറയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ, അല്ലാണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയണല്ല. ഇവിടെ കുറേ ഭാഗങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടല്ല, ഇടിഞ്ഞു പോവുകയാണ്. ആദ്യം കയറിയിരുന്നു ഈ വഴിക്കായിരുന്നു, ഈ വഴി ഇടിഞ്ഞടക്കുന്നു. ഇവിടെ ആൾക്കാരൊക്കെ സ്ഥിരമുള്ള വീഴുന്നുണ്ടാ, ഇതൊക്കെ പടം വരച്ചിരിക്കുന്നു. ഇതൊക്കെ ഷോക്ക് ഉണ്ടാവില്ലേ, കറണ്ടൊന്നുണ്ടാവില്ല, അടിയടക്കം ഉണ്ടാവുന്നത്. അല്ല ഉദ്ദീന കംപ്ലീറ്റ് ഇടിഞ്ഞിടക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ടെററല്ലേ, തറയില്ല. ഇത് പോണ പാമ്പെല്ലാം ഉണ്ടാവും. വേണ്ട തലയിലോട്ട് ഇടാ, കുറ്റി പോകണ്ടല്ലേ കംപ്ലീറ്റ് മറ്റേ കുറ്റിയും തീപ്പട്ടിയും കിടക്കുക. പോവല്ല കണ്ടത് തലയിലിടിക്കും. കുറെ ഉണ്ടല്ലോ നാളെ ഇവിടെ എക്സിറ്റ് അടിക്കാം. നീ പോവാ ഇടുന്ന ഇതെന്തിൻ്റെ അറിയില്ല, എന്തോ ഒരു പൊടിയുണ്ട്.
ഇവിടെ കംപ്ലീറ്റ് ഇടിഞ്ഞിടക്ക്. ഈ വീട് ഈ പ്രേതശല്യം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടോ ഒന്നും ആൾക്കാർ ഒഴിഞ്ഞു പോയിട്ടുള്ളതല്ല കേട്ടോ. ഇത് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവർ കാലക്രമേണ ഒരു തറവാട് വീട് വിഹിതം വെച്ച് മാറിയപ്പോൾ എല്ലാവർക്കും ഓരോരോ സ്വത്തുക്കൾ കിട്ടി, അങ്ങനെ പല വഴിക്കായി പോയി എന്നാണ് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. അങ്ങോട്ട് ഒരു കുളം ഉണ്ടല്ലോ, പക്ഷെ പോകാൻ പറ്റൂല. വഴിയുണ്ട് അങ്ങോട്ട്. എടാ കുളക്കടവൊക്കെ ഉണ്ടായിരുന്നോ അവിടെ? കുളക്കടവിൽക്കുള്ള വഴി, വീടിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി ആ ബിൽഡിങ്ങെല്ലാനും ഇടിഞ്ഞ് വീണിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെ വഴി ഉണ്ടോയെന്ന് പോയി നോക്കാം. ഇവിടെ 2 പേര് കെട്ടിത്തൂങ്ങി മരിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഈ അടുത്തുള്ള 2 പേര് തന്നെയാണ് ഇവിടെ കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുള്ളത്. ഇതങ്ങനെ ഈ കണ്ട മാങ്ങാമ്പറമ്പ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാട്. ഇവിടെ ഒരു വഴി കാണുന്നുണ്ട്, ഇതാണ് തോന്നുന്നു കുളത്തിൻ്റെ അവിടേക്കുള്ള വഴി. എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. പ്രേതശല്യമുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ, രാത്രി മാത്രം. അത് വല്ല കുറുക്കനെങ്ങനെ ആയിരിക്കും. ഇല്ല, പാമ്പിൻ്റെ കൊണ്ട് ചേരയാണെങ്കിൽ ഓടിപ്പോയതായിരിക്കുള്ളൂ. ഓടാനായിട്ട് വഴിയില്ലല്ലോ. വലിയൊരു പറമ്പിലാണ് ഈ ഒരു വീടിരിക്കണത്. ഈ ആ ഏരിയയിൽ കുറേ മാവ്, കുറേ മരങ്ങളൊക്കെ ആയിട്ട് കാട് പിടിച്ച് തിക്കായി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ പ്രേതശല്യം ഉണ്ടോ ഇല്ലയോ ഒന്നും കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ കള്ളുകുടി സ്പോട്ടാണെന്നുള്ള കാര്യം കണ്ടാലറിയാം. സ്പോട്ടും ബോധമുള്ള മരം മറ്റേ ബീഗംബരന്റെ വളവില്ല. മാങ്ങാമ്പറമ്പിൻ്റെ 1/3 ഭാഗം വരെ നമുക്ക് കണ്ടിട്ടില്ല. ഒട്ടുമിക്ക ഭാഗവും ഭൂരിഭാഗം സ്ഥലവും ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള മാങ്ങാമ്പറമ്പ് ഇത്രയേ ഉള്ളൂ. മാങ്ങാമ്പറമ്പ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏരിയയുടെ പേരാണ് കേട്ടോ. ഈ പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മാങ്ങാമ്പറമ്പ്. ഈ ബിൽഡിങ്ങിൻ്റെ തറവാട്ട് പേര് പതിയാശ്ശേരിയാണ്. പിന്നെ മൊത്തത്തിൽ മാങ്ങാമ്പറമ്പിലെ വീടെന്നാണ് ഈ വീടിനെ അറിയപ്പെടല്. മാങ്ങാമ്പറമ്പിൻ്റെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സ്പോട്ടുകൾ അല്ലെങ്കിൽ ഇതുപോലെ പ്രേതശല്യമുള്ള വീടുകൾ എന്ന് പറയണ ഇത് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടുള്ള വീഡിയോ ചെയ്യാം.